നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. മലപ്പുറം കീഴ്ശ്ശേരിയിൽ പോലീസിന്റെ കുഴൽപ്പണവേട്ട. 30 ലക്ഷത്തിലേറെ രൂപയുമായി 8 പേർ അറസ്റ്റിൽ. കുഴൽപ്പണ ഇടപാടിൽ BNS അഥവാ ഭാരതീയ ന്യായ സംഹിത നിയമപ്രകാരം ജില്ലയിൽ രേഖപ്പെടുത്തിയ രണ്ടാമത്തെ കേസാണിതെന്നും പോലീസ് പറഞ്ഞു. നല്ലൊരു ക്യാച്ച് നടത്തിയിരിക്കുകയാണ്. തുടർന്നും ശരിക്കും കൃത്യമായിട്ട് അന്വേഷണം ഉണ്ടാവും. ഇതിൻ്റെ പുറകിൽ അറിയാതെ കണ്ടെത്തും. ഇതിപ്പോൾ മാറി വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ BNS പ്രകാരം ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 111(3), 111(7) BNS പ്രകാരം ക്രൈം 784/2024 കേസ് രജിസ്റ്റർ. അവരിനിപ്പോൾ ഈ പ്രതികളും മുതലുകളെല്ലാം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കും. കീഴ്ശ്ശേരി പുളിയക്കോട് മേൽമുറി സ്വദേശികളായ 26 വയസ്സുള്ള യൂസുഫ് അലി, 36 വയസ്സുള്ള ഇസ്മായിൽ, 21 വയസ്സുള്ള സലാഹുദ്ദീൻ, 23 വയസ്സുള്ള ഫാഹിദ്, 22 വയസ്സുള്ള ഫൈസൽ, 22 വയസ്സുള്ള മുഹമ്മദ് ഷാക്കിർ, കടുങ്ങല്ലൂർ സ്കൂൾ പടി 23 വയസ്സുള്ള സൽമാൻ അൽ ഫാരിസ്, കാളികാവ് അടക്കാക്കുണ്ട് സ്വദേശി 35 വയസ്സുള്ള ജാബിർ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി S. ശശിധരന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും അരീക്കോട് പോലീസും ചേർന്ന് പിടികൂടിയത്. കീഴ്ശ്ശേരി മേൽമുറിയിലെ വീട്ടിൽ അനധികൃതമായി പണം സൂക്ഷിച്ച വിവരം ലഭിച്ചതിനെ തുടർന്ന് പരിശോധന നടത്തുകയായിരുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഈ പുളിയക്കോട് മേൽമുറി ഭാഗത്ത് അവിടെ ഗുലാം മൊയ്തീൻ പറഞ്ഞ വീടുണ്ട്. പണ്ടമാങ്ങി യൂസഫ് അലിയുടെ കയ്യിലാണ് ഇപ്പോൾ ആ വീടുള്ളത്. അപ്പോൾ അങ്ങനെ ആ വീട്ടിലാണ് ഈ നടക്കുന്നുള്ള കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ ഇന്ന് രാവിലെ ആ വീട്ടിൽ റെയ്ഡ് നടത്തി. വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ 5-8 പേർ ചേർന്നിട്ട് ഇങ്ങനെ പണമുണ്ട്, ഇവിടെ സ്ലിപ്പൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ബാൻഡിയിലപ്പോൾ പണം ഉണ്ടെന്നൊക്കെ ആയിട്ട് അവിടെ കാണപ്പെട്ടു. അങ്ങനെ ആ 8 പേരെ ചോദ്യം ചെയ്ത സമയത്ത് അവർ സമ്മതിച്ചു അത് കുഴപ്പമാണ്. അങ്ങനെ അത് മറ്റൊരാൾ അവരെ ഏൽപ്പിച്ചിട്ട് അവർ അത് ചെയ്യുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ ഇവിടെ നിന്ന് പണം അവിടെ വരും, അവിടെ വന്ന് അവിടെ നിന്ന് അവരെ തിട്ടപ്പെടുത്തി വിവിധ കെട്ടുകളാക്കിയിട്ട് വിവിധ ഭാഗങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ അതിൽ മൊത്തത്തിൽ 30,47,300 രൂപ 30,47,300 രൂപ അതിലുണ്ടായിരുന്നു. 30,45,300 രൂപ നോട്ടെണ്ണുന്ന യന്ത്രം, 5 കാൽക്കുലേറ്റർ, 6 ബൈക്കുകൾ, 14 മൊബൈൽ ഫോണുകൾ, പണം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട യാത്രാ വിവരങ്ങൾ, പണം കൈമാറാനുള്ള ആളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ തുടങ്ങിയവ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. കൊണ്ടോട്ടി ഡിവൈഎസ്പി P. ഷിബു, അരീക്കോട് SIമാരായ നവീൻ ഷാജു, കബീർ, A. ശശികുമാർ, സ്വയംപ്രഭ, CPOമാരായ അഖിൽദാസ്, സുനിൽകുമാർ, അനിൽകുമാർ, സജീഷ്, ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് അംഗങ്ങളായ അഭിലാഷ്, സുനിൽ, നവീൻ, ജിയോ ജേക്കബ്, കൃഷ്ണദാസ് തുടങ്ങിയവരാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്. എയർ 1 ന്യൂസ്, കീഴ്ശ്ശേരി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ. മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.